MDMA എന്ന മാരകലഹരി. എന്തിനാണ് നമ്മുടെ സർക്കാരുകളും നിയമപാലകരും MDMAയെ ഇത്ര ഗുരുതരമായി കാണുന്നതും അതിൽ നിന്നും നമ്മളെ ബോധവൽക്കരിക്കുന്നതും? ആദ്യ ദിവസം ദി സൂപ്പർ ഹീറോ ഇല്യൂഷൻ. ഇതൊന്ന് ഉള്ളിൽ ചെന്നാൽ അപ്പം തുടങ്ങും തലച്ചോറിലെ സെറോട്ടോണിൻ പോലെയുള്ള സന്തോഷ ഹോർമോണുകളുടെ ഒരു ഡാൻസ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ രാജാവെന്ന്. പക്ഷേ പൂരപ്പറമ്പിലെ വെടിക്കെട്ട് കഴിയുമ്പോഴുള്ള അവസ്ഥ അറിയാമല്ലോ മക്കളെ. മണിക്കൂറുകൾ കഴിഞ്ഞ് ലഹരി ഇറങ്ങുമ്പോൾ വല്ലാത്തൊരു കിളി പോയ അവസ്ഥയായിരിക്കും. താടിയെല്ല് അറിയാതെ കടിച്ചു പിടിച്ച് എന്തോ വലിയ കാര്യം ആലോചിക്കുന്ന പോലെ ഇരിക്കും. സത്യത്തിൽ ആലോചിക്കുന്നതല്ല, തലച്ചോറ് ഹാങ് ആയതാണ്. 10 ദിവസങ്ങൾക്ക് ശേഷം 10 ദിവസം തുടർച്ചയായി ഉപയോഗിച്ചാൽ ആദ്യത്തെ ആ രാജാവിൻ്റെ ഫീൽ വീണ്ടും കിട്ടാൻ ശരീരം വാശി പിടിക്കാൻ തുടങ്ങും. പക്ഷേ സന്തോഷമുണ്ടാക്കുന്ന ഹോർമോണുകളൊക്കെ റബ്ബർ മരം ടാപ്പ് ചെയ്ത് പാലെടുത്ത പോലെ തലച്ചോറിൽ നിന്നും വറ്റി വരണ്ടിട്ടുണ്ടാകും. പിന്നെ ചെറിയ കാര്യങ്ങൾക്ക് പോലും കലിപ്പായിരിക്കും. ഫോണൊക്കെ ഒന്ന് ഫാക്ടറി റീസെറ്റ് അടിച്ചാൽ ഉള്ളതെല്ലാം പോകുന്നത് പോലെ സ്വന്തമായി സന്തോഷിക്കാനുള്ള തലച്ചോറിൻ്റെ കഴിവ് മൊത്തത്തിൽ ഡിലീറ്റായി തുടങ്ങും. ഒരു മാസം കഴിയുമ്പോൾ, ഒരു മാസം തുടർച്ചയായി MDMA ഉപയോഗിച്ചാൽ പിന്നെ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിയില്ല. ഉറക്കവും ഭക്ഷണവും ഇല്ലാത്തത് കാരണം കണ്ണ് കുയിഞ്ഞ് ഒരു നടക്കും പ്രേതത്തെ പോലെയാകും. ലഹരിയുടെ നിത്യമായ ഉപയോഗം പല്ല് കടിച്ചു പിടിക്കുന്നത് കാരണം പല്ലുകളുടെ പകുതി ജീവൻ പോയിട്ടുണ്ടാകും. ഓർമ്മശക്തിയൊക്കെ എക്സാം ഹാളിൽ ഇരിക്കുന്ന പോലെ മൊത്തത്തിൽ ബ്ലാങ്ക് ആകും. ഒരു വർഷത്തിനു ശേഷം, മാസങ്ങൾക്കും വർഷങ്ങൾക്കും ശേഷം എന്ത് സംഭവിക്കുമെന്നല്ലേ? ശരീരത്തിലെ ഹിറ്റ് ക്രമാതീതമായി കൂടി സിസ്റ്റം മൊത്തത്തിൽ ക്രാഷ് ആകും. കിഡ്നിയും കരളും ഇനി ഞങ്ങളില്ലേ എന്ന് പറഞ്ഞ് പണിമുടക്കും. ഒടുവിൽ ഞരമ്പുകൾ തകർന്ന് ഒന്നുകിൽ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക്. ചുരുക്കത്തിൽ പറഞ്ഞാൽ സ്വന്തം ക്യാഷ് കൊടുത്ത് ഭൂമിയിൽ നിന്ന് വളരെ പെട്ടെന്ന് ടിക്കറ്റ് എടുക്കാൻ ഇതിലും നല്ലൊരു വഴി വേറെയില്ല. അതുകൊണ്ട് ഈ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യൂ. അതായിരിക്കും നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ചാരിറ്റി.